പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഗർ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ് നോക്കാൻ പോകുന്നത്. ലിഖേ പ്രകൃതി കിൻ കിൻക ഗർ ഹേ. പ്രകൃതി ആരുടെയൊക്കെ വീടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നമ്മൾ പഠിച്ചിട്ടുള്ള ഫർഹാദിന്റെ കഹാനിയിൽ, പ്രഭാത് എഴുതിയിട്ടുള്ള കഹാനിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫർഹാദ് എന്ന വ്യക്തി എല്ലാ ജീവജാലങ്ങളെയും വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടില് എല്ലാ കീടങ്ങളും ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രകൃതിയില് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്, അല്ലേ? മനുഷ്യന് പ്രത്യേകമായിട്ട് ഇവിടെ ഒരു അവകാശവുമില്ല, ഏകാധിപത്യം ഇല്ല എന്നാണ് ഈ കഹാനിയിലൂടെ പറയുന്നത്. അപ്പൊ ഈ പ്രകൃതി ആരുടെയൊക്കെ വീടാണ് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ ഫർഹാദ് കാ ഗർ, മക്കടി കാ ഗർ, ഇത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ബാക്കി മൂന്നും 6 നമ്മൾ ഇവിടെ എഴുതി ചേർക്കേണ്ടത്. ഇവിടെ നമുക്ക് തദയ്യ കാ ഗർ ഒന്ന് നമുക്കത് കൊടുക്കാം. തദയ്യ കാ ഗർ, 2 ചീംടി കാ ഗർ, മക്കിയോം കാ ഗർ, മച്ചരോം കാ ഗർ, ചൂഹേ കാ ഗർ, ചിപ്പക്കലി കാ ഗർ, അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഇതിലേക്ക് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതി കൊടുത്താൽ മതി. നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അത് നിങ്ങൾ ആ തന്നിരിക്കുന്ന ഭാഗത്ത് ടെക്സ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഇത് ഓരോന്നും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഭാഗങ്ങളിൽ എഴുതി കൊടുത്താൽ മതി. തദയ്യ കാ ഗർ, ചീംടി കാ ഗർ, മക്കിയോം കാ ഗർ, മച്ചരോം കാ ഗർ, ചൂഹേ കാ ഗർ, ചിപ്പക്കലി കാ ഗർ. കണ്ടില്ലേ? അങ്ങനെയാണ് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കാം. पर्यावरण से गैर शीर्षक का क्या संबंध है, अपना विचार लिखिए. पर्यावरण से गैर शीर्षक का क्या संबंध है. പരിസ്ഥിതിയുമായിട്ട് വീട് എന്ന ഈ തന്നിരിക്കുന്ന കഹാനിയുടെ വീട് എന്ന തലക്കെട്ടിന് എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരിസ്ഥിതിയും വീടും എന്താണ് അതുമായിട്ട് ബന്ധം? പരിസ്ഥിതി എല്ലാവരുടെയും വീടാണല്ലേ. ഗർ എന്ന് പറഞ്ഞാൽ വീട്, പരിസ്ഥിതിയാണ് എല്ലാവരുടെയും വീട്, പ്രകൃതിയാണ് എല്ലാവരുടെയും വീടാണ്, മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും എല്ലാവരുടെയും വീട് തന്നെയാണ് പ്രകൃതി. ദേഖിയേ വാക്യ കൈസേ ബൻതേ ഹേ. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ സെന്റൻസ്, ഇവിടെയുള്ള സെന്റൻസ് കണ്ട വർദ്ധിച്ച് വന്നിട്ടുണ്ട്. ആദ്യം ചെറുതാണ്, പിന്നെ അതിൽ വലുതായി, അതിലും വലുതായി, അതിലും വലുതായി, അങ്ങനെ ലാസ്റ്റ് വലിയൊരു സെന്റൻസ് ആയി. അപ്പൊ എങ്ങനെയാണ് ഈ സെന്റൻസ് എങ്ങനെ വലുതായി വന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതൊക്കെ വാക്യ കൈസേ ബന്ധ, സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ അത് നോക്കിയതിന് ശേഷം അതുപോലെ നമുക്ക് ഇവിടേക്ക് വേറെ ഒന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ട്. കണ്ടോ? നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഉന്നോനെ ലൈറ്റ് ജലായി, അദ്ദേഹം ലൈറ്റ് തെളിയിച്ചു. ഉന്നോനെ ഹർ ജഗ കി ലൈറ്റ് ജലായി, അദ്ദേഹം എല്ലാ സ്ഥലങ്ങളുടെയും ലൈറ്റ് തെളിയിച്ചു. ഇവിടെ അദ്ദേഹം ലൈറ്റ് തെളിയിച്ചു എന്നാണ്. പിന്നെ അദ്ദേഹം എവിടെയുള്ള ലൈറ്റാണ് തെളിയിച്ചത്? ഹർ ജഗ കി, എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിച്ചു. അടുത്തത് ഉന്നോനെ മക്കാൻമേം ഹർ ജഗ കി ലൈറ്റ് ജലായി, അദ്ദേഹം കെട്ടിടത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ലൈറ്റ് തെളിയിച്ചു. പിന്നെ എങ്ങനെയുള്ള കെട്ടിടത്തിലെ ലൈറ്റാണ് തെളിയിച്ചത്? ഉന്നോനെ നയേ മക്കാൻമേം ഹർ ജഗ കി ലൈറ്റ് ജലായി, ഉന്നോനെ അപ്പനെ നയേ മക്കാൻമേം ഹർ ജഗ കി ലൈറ്റ് ജലായി, അദ്ദേഹം സ്വന്തം വീട്ടിലെ എല്ലാ സ്ഥലങ്ങളിലെയുമുള്ള ലൈറ്റ് തെളിയിച്ചു. ഉന്നോനെ ദോ കമരെ കിച്ചൺ और बरामदे वाले अपने नए मकान में हर जगह की लाइट जलाई. लास्ट, उन्होंने 2 कमरे किचन और बरामदे वाले अपने नए मकान में हर जगह की लाइट जलाई. കണ്ടോ? അത്രയും നമ്മളെ സെന്റൻസ് വർദ്ധിച്ച് വലിയൊരു സെന്റൻസ് ആയിട്ട് മാറി. നമ്മൾ ആദ്യം വാക്യ പിരമിഡ് പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വാക്യ പിരമിഡ് പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ശബ്ദം തരും. പക്ഷെ ഇവിടെ ശബ്ദമൊന്നും തരാതെ തന്നെ നമ്മൾ എല്ലാ സെന്റൻസ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്.
ഫർഹാദ് ടെഹൽനെ നികല. അടുത്തത് ഫർഹാദ് ടെഹൽനെ നികല. ഫർഹാദ് ഉലാത്താൻ ഇറങ്ങി, നടക്കാൻ ഇറങ്ങിയല്ലോ ഫർഹാദ്. തവളക്കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്തിട്ടാണല്ലോ ഫർഹാദ് നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടേക്ക് കൂട്ടി 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 കൊടുക്കുക. ഫർഹാദ് നടക്കാൻ ഇറങ്ങി. ഫർഹാദ് എങ്ങനെയാണ് നടക്കാൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ എവിടേക്കാണ് നടക്കാൻ ഇറങ്ങിയത്? അപ്പം ഫർഹാദ് ബാഹർ ടെഹൽനെ നികല. ഫർഹാദ് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഫർഹാദ് ബാഹർ ഹവാമേ ടെഹൽനെ നികല. ഫർഹാദ് പുറത്ത് കാറ്റത്ത് നടക്കാൻ ഇറങ്ങി. അങ്ങനെ സെന്റൻസിനെ നമ്മൾ വലുതാക്കി ഉണ്ടാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഈ സെന്റൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഈ സെന്റൻസ് ഉണ്ട് ഇവിടെ, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ആ ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്തായിട്ടുണ്ട് ഫർഹാദ് നടക്കാൻ ഇറങ്ങിയത്, തവളക്കുഞ്ഞുങ്ങളായിട്ട് നടക്കാൻ ഇറങ്ങിയ ഭാഗം ഉണ്ടല്ലോ. അതാ वे कुछ देर उन्हें हथेली पर लिए बाहर हवा में टहलने लगे. ടെഹൽനെ ലഗെ എന്നതിന് പകരം നിഗലെ എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന മാറ്റം മാത്രമേ ഉള്ളൂ. ഇതാണ് ആ സെന്റൻസ് വരുന്നത്. ലാസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ കൂട്ടി 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 വരുമ്പോൾ ലാസ്റ്റ് ഈ സെന്റൻസ് ആണ് നമുക്ക് കിട്ടുക. കണ്ടോ? देर उन्हें हथेली पर लिए बाहर हवा में टहलने लगे എന്നുള്ളിടത്ത് നിഗലെ വരും. അത്ര ഈ സെന്റൻസ് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടുക. അപ്പൊ നോക്കാം എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫർഹാദ് ടെഹൽനെ നികല. ഫർഹാദ് ഹവാമേ ടെഹൽനെ നികല. ഫർഹാദ് ബാഹർ ഹവാമേ ടെഹൽനെ നികല. ഫർഹാദ് നടക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഫർഹാദ് ഹവാമേ, ഫർഹാദ് കാറ്റത്ത് നടക്കാൻ ഇറങ്ങി. ഫർഹാദ് പുറത്ത് കാറ്റത്ത് നടക്കാൻ ഇറങ്ങി. ഇത് ഇവിടെ ബാഹർ വന്നിട്ട് ഇവിടെ ഹവ വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഫർഹാദ് ഹഥേലി പർ ലിയേ ബാഹർ ഹവാമേ ടഹൽനെ നികല. ഫർഹാദ് ഉള്ളംകൈയിലെടുത്തിട്ട് കാറ്റത്ത് നടക്കാൻ ഇറങ്ങി. അപ്പൊ ആരെ ഉള്ളംകൈയിലെടുത്തിട്ട്? ഫർഹാദ് മേണ്ടക്കിയോം കോ ഹഥേലി പർ ലിയേ ബാഹർ ഹവാമേ ടഹൽനെ നികല. ഫർഹാദ് തവളക്കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ടാണ് പുറത്ത് കാറ്റത്ത് നടക്കാൻ ഇറങ്ങിയത്. ഉനേ എന്ന് പറഞ്ഞാൽ അവരെ, അവരെ മേണ്ടക്കിയോം കോ. ഉനയം എഴുതുകയാണെങ്കിൽ മേണ്ടക്കിയോം എഴുതണ്ട. അതല്ല മേണ്ടക്കിയും എന്നാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഈ ഉനയും എഴുതണ്ട. മനസ്സിലായോ? ഉനയും അവരെ, അവരെ കയ്യിലെടുത്ത് നടക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ അവർ എന്ന് പറയുന്നതാണ് എന്ത്? മേണ്ടക്കിയോം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. അതാണ് ഞാൻ ബ്രാക്കറ്റിലിട്ട് കേട്ടോ. फरहाद कुछ देर उन्हें हथेली पर लिए बाहर हवा में टहलने निकला. ഫർഹാദ് കുറച്ച് സമയം അവരെയും ഉള്ളം കയ്യിലെടുത്തിട്ട് പുറത്ത് കാറ്റത്ത് നടക്കാനിറങ്ങി. മനസ്സിലായില്ലേ? എങ്ങനെയാണ് സെന്റൻസ് വർദ്ധിച്ച് വന്നത്? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, നിങ്ങളെ വർക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്തത് ഇതാണ്. രേഖാങ്കിത ശബ്ദം पर ध्यान दें. रंग बदलते हुए आहिस्ते से चारों ओर नजर घुमाकर क्रिया के साथ रेखांकित शब्दों का संबंध पहचाने कहानी से ऐसे वाक्य चुनकर लिखिए എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ അടിവരയിട്ട രംഗ് ബദൽത്തെ ഹുയേ എന്ന ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുപോലെയുള്ള സെന്റൻസുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയുണ്ട്. ഗിർഗിട്ട് നിറം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഫർഹാദ് ചപ്പൽ കോ ആഹിസ്തേ സേ ഉടായ. ഫർഹാദ് ചെരുപ്പ് പതുക്കെ എടുത്തു. ചിപ്പക്കലീനെ ചാരോം ഓർ നസർ ഗുമാക്കർ ദേക്ക. ചിപ്പക്കലി 4 ഭാഗത്തും കണ്ണോടിച്ചു നോക്കി, അതായത് ചുറ്റിലും നോക്കി എന്നുള്ള അർത്ഥം. അങ്ങനെയൊക്കെയുള്ള സെന്റൻസുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കണ്ടെത്തി എഴുതാം. അടുത്തത് ധ്യാൻ ദേ യേ വാക്യ കിൻകെ ബാരെ മേ ഹെ. നിങ്ങളോട് ഈ തന്നിരിക്കുന്ന സെന്റൻസ് മൂന്നെണ്ണം തന്നിട്ടുണ്ട്. ഇതൊക്കെ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? മേരാ തജുർബ कहता है कि चिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है.
എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ചിപ്പുക്കലികളുടെ പിന്നാലെ ചൂലും കൊണ്ട് ഓടുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല. അതാരെ കുറിച്ചാണ് പറഞ്ഞത്? ഫർഹാദിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അതുപോലെ അടുത്ത സെന്റൻസ് നോക്കാം. സച്ച് പൂച്ചോ തോ വോ ബഹുത്ത് ദോഡി സി ജഗഹ് ലേത്തെ ഹേ. സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പൂച്ചോ എന്ന് പറഞ്ഞാൽ ചോദിക്കുക, സത്യം ചോദിക്കുകയാണെങ്കിൽ, അതായത് ചോദിച്ചതിന് സത്യം പറയുകയാണെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഈ വീട്ടിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. ഹമാരി തര, നമ്മളെ പോലെ ചുമരുകൾ, ജനൽ, ടെറസ്, ചത്ത് പറഞ്ഞ മേൽക്കൂര, ടെറസ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. ഉനക്ക ഗാസ് ലേനാ തേനാ നഹി, അതിനൊന്നും അദ്ദേഹം പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും അദ്ദേഹം പ്രാധാന്യം നൽകുന്നില്ല, വളരെ കുറച്ച് സ്ഥലം മാത്രമേ എടുക്കുന്നുള്ളൂ ഈ കെട്ടിടത്തിൽ എന്നാരെ കുറിച്ചാണ് പറഞ്ഞത്? ഫർഹാദ്. അതും ഫർഹാദിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഇനി അടുത്തത് നോക്കാം. वे बहुत खुशी है कि नए घर में उनका परिवार बढ़ रहा है और सभी खुश है. അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ അംഗസംഖ്യ കൂടുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബം വർദ്ധിച്ചു വരുന്നതിൽ അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ്. അതുപോലെ എല്ലാവരും മറ്റുള്ളവരും ഹാപ്പിയാണ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആരാണ് വളരെയധികം ഹാപ്പി ആയിട്ടുള്ളത് കുടുംബം വർദ്ധിച്ചു വരുന്നത് കണ്ടിട്ട്? ഫർഹാദ്. അപ്പൊ ഈ 3 കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഫർഹാദിനെ കുറിച്ചിട്ടാണ്. ഇനി താഴെ തന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അബ് ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി ലിഖിയേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഫർഹാദിന്റെ ചരിത്ര പർ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വഭാവ സവിശേഷത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അതിന് 4 മാർക്കായിരിക്കും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.